അനാമികയും വേണുവും രേവതിയും കൂടെ ഷോപ്പിങ്ങിനായിട്ട് പുറത്തോട്ട് പോവാണ്. മോളെ, അച്ഛന്റെ കയ്യില് നയാ പൈസ ഇല്ല. മോള് വാങ്ങിക്കാന്ന് പറഞ്ഞിട്ടാണ് കേട്ടോ ഞങ്ങൾ രണ്ടുപേരും കൂടെ വരുന്നത്. അതുകൊണ്ട് ഇന്ന് എന്ത് വാങ്ങിച്ചാലും മോള് പൈസ കൊടുക്കണേ. അതൊക്കെ ഞാൻ കൊടുത്തോളാം. അനിയുടെ പേഴ്സിൽ നിന്ന് ഞാൻ ആവശ്യത്തിൽ കൂടുതൽ പൈസ എടുത്തിട്ടുണ്ട്. ഇന്നത്തെ ചെലവ് മൊത്തം എന്റെ വകയാ. വായ്ക്ക് രുചിയായിട്ട് എന്തെങ്കിലും കഴിക്കണമെങ്കിൽ ഒന്നല്ലെങ്കിൽ അനന്തപുരിയിലോട്ട് വരണം, അല്ലെങ്കിൽ ഇതുപോലെ പുറത്തോട്ട് പോകണം. അതെന്താ വേണുവേട്ടാ, ഞാൻ നിങ്ങൾക്ക് നല്ല ഭക്ഷണമൊന്നും തയ്യാറാക്കി തരുന്നില്ലേ? നല്ല ഭക്ഷണമൊക്കെ തയ്യാറാക്കി തരുന്നുണ്ട്. അതിനെ നല്ല കാശ് മുടക്കണം. എന്നും മീനും ഇറച്ചിയും ഒക്കെ കഴിക്കണമെങ്കിൽ നല്ല പൈസയും വേണ്ടേ? അതുകൊണ്ട് ഞങ്ങളിപ്പോൾ ഇടയ്ക്കും തലയ്ക്കൊക്കെയാ കുറച്ച് മീനും ചിക്കനൊക്കെ വാങ്ങിക്കാറുള്ളൂ. അങ്ങനെ പറ, അല്ലാതെ ഞാൻ ഉണ്ടാക്കുന്ന കറിക്ക് കുറ്റം പറയരുത്. ഞാൻ നല്ല ടേസ്റ്റിൽ തന്നെയാ കറി ഉണ്ടാക്കുന്നേ. ആ അമ്മേ, സമ്മതിച്ചു. നമ്മളിപ്പോ പുറത്ത് വന്നിരിക്കുക, എല്ലാവരും ശ്രദ്ധിക്കുന്നുണ്ട്. രണ്ടുപേരും ഒന്ന് വായടക്കി വെക്കോ. ഞാനേ അനന്തപുരിയിലെ മരുമകളാ. നിങ്ങളുടെ ഈ ദാരിദ്ര്യം പറച്ചില് ആരെങ്കിലും കേട്ടാ അത് മോശാ. നിങ്ങളിങ്ങ് വന്നേ. അങ്ങനെ ആദ്യം തന്നെ പോകുന്നത് റെസ്റ്റോറൻറ്റിലോട്ടായിരിക്കും. അങ്ങനെ നല്ല ഭക്ഷണമൊക്കെ ഓർഡർ ചെയ്ത് വെയിറ്റ് ചെയ്തിരിക്കുകയായിരിക്കും. എന്നാ തൊട്ടപ്പുറത്തെ ടേബിളിലിരുന്ന് അനാമികയെ ഒരാളിങ്ങനെ ശ്രദ്ധിക്കുന്നുണ്ട്. അനാമിക അതൊന്നും നോക്കുന്നില്ല കേട്ടോ. അങ്ങനെ ഭക്ഷണം വരുന്നുണ്ട്. ഭക്ഷണമൊക്കെ കഴിച്ച് ബില്ലും കൊടുത്ത് അനാമിക ഇറങ്ങാൻ നിൽക്കാണ്. അപ്പോഴും ഇയാൾ അനാമികയെ തന്നെ ശ്രദ്ധിക്കുകയാണ്. മോളെ, കുറെ നേരമായി ഞാൻ ശ്രദ്ധിക്കുന്നു. മോളെ തന്നെ ശ്രദ്ധിച്ച് ഒരാളിതാ അവിടെ നിൽക്കുന്നു. അങ്ങനെ അനാമിക തിരിഞ്ഞു നോക്കാണ്. നോക്കുമ്പോ അത് അനാമികയുടെ മുൻ കാമുകനായിരിക്കും. ദർശനെ കണ്ട് ആകെ ഞെട്ടി നിൽക്കുകയായിരിക്കും അനാമിക. അമ്മേ, അത് ദർശനാണ്. അമ്മയ്ക്കറിയില്ലേ? കോളേജിൽ പഠിക്കുമ്പോൾ നല്ല പൈസയുള്ള ഒരാളെ പ്രേമിക്കണമെന്നും പറഞ്ഞ് ഞാനൊരാളെ പുറകെ നടന്നില്ലേ? അയാളാ. ആ ദരിദ്രവാസിയാണോ ഇവിടെ ഇരുന്ന് നിന്നെ ഇങ്ങനെ നോക്കിയിരുന്നത്? ആ അമ്മേ, അവനെങ്ങാനും എന്റെ കല്യാണം കഴിഞ്ഞെന്നറിഞ്ഞാ എന്റെ ജീവിതം തകർക്കും. അത് ഉറപ്പാ. വേണുവേട്ടാ, വേഗം പോവാം, നമുക്ക് വണ്ടി എടുക്ക് എന്നും പറഞ്ഞ് രേവതിയും അനാമികയും വേഗം വണ്ടിയിൽ കയറുകയാണ്. വേണുവാണെങ്കിൽ ഇതൊന്നും അറിയുന്നില്ല. കുറച്ചു നേരം കഴിഞ്ഞ് പോയാൽ പോരെ? ഷോപ്പിങ്ങും കഴിഞ്ഞ് നമുക്ക് കുറച്ചു നേരം ബീച്ചിലൊക്കെ പോവാം. അച്ഛൻ വേഗം വണ്ടി എടുക്ക്. അങ്ങനെ വേഗം വണ്ടി എടുക്കാണ് വേണു. എന്താ മോളെ, മോൾക്കെന്താ ഒരു ടെൻഷൻ പോലെ? അവിടെ മറ്റേ ആ ദർശൻ ഉണ്ടായിരുന്നു. ദർശനോ? കോളേജിൽ പഠിക്കുമ്പോ നീ പുറകെ നടന്ന ആ ദർശനോ? ആ അവൻ തന്നെ. അവനെങ്ങാനും എന്റെ കല്യാണം കഴിഞ്ഞു, ഞാൻ വലിയ കോടീശ്വരനെയാണ് കല്യാണം കഴിച്ചതെന്നൊക്കെ അറിഞ്ഞിട്ടുണ്ടെങ്കിൽ എന്റെ കാര്യം തീരുമാനാവും. അവൻ നാടുവിട്ട് പോയതല്ലേ, എന്നിട്ട് വീണ്ടും വന്നോ? അവനെ ഒഴിവാക്കാന് ഞാൻ എന്തൊക്കെയാ ചെയ്തതെന്ന് അച്ഛന് അറിയുന്നല്ലേ. അച്ഛൻ തന്നെയല്ലേ കഞ്ചാവ് തന്ന് അവന്റെ ബാഗിൽ വെക്കാൻ വേണ്ടി പറഞ്ഞത്. എന്നിട്ട് അവനെ പോലീസ് പിടിച്ച് പിന്നെ നാട്ടിൽ നിൽക്കാൻ പറ്റാതെ അവൻ നാട് വിട്ട് പോയതാ. മോളെ, അവൻ നിന്നെ കണ്ടോ? നിനക്ക് ഉറപ്പാണോ? അവൻ എന്നെ നോക്കി നിൽക്കായിരുന്നു. അപ്പൊ പിന്നെ അവൻ എന്നെ മനസ്സിലായി കാണും. എന്താ മോളെ ഇനിയിപ്പം നമ്മൾ ചെയ്യാ? എനിക്കൊന്നും അറിയില്ല അന്ന് ഞാനാണ് അതൊക്കെ ചെയ്തതെന്ന് അവൻ അറിഞ്ഞു കാണും. അതുകൊണ്ടാ അവൻ ഇങ്ങോട്ട് വന്നത്. അല്ലെങ്കിൽ ഈ നാട്ടിലോട്ട് അവൻ ഒരിക്കലും വരില്ല എനിക്കാണെങ്കിൽ പേടിയാവുന്നുണ്ട്. അല്ലെങ്കിലേ അനന്തപുരിയിൽ ഓരോരോ പ്രശ്നങ്ങളാ. എന്തായാലും നമുക്ക് നേരെ വീട്ടിലോട്ട് പോവാം. ഇനിയിപ്പോ ഷോപ്പിങ്ങും ഒന്നും വേണ്ട, നേരെ വീട്ടിലോട്ട് പോവായെന്നും പറഞ്ഞ് വേണു നേരെ വീട്ടിലോട്ട് വണ്ടി വിടുകയാണ്. അങ്ങനെ ടെൻഷനോട് കൂടി 3 പേരും ഇരിക്കുന്നുണ്ട്. ആ സമയത്ത് കോണിംഗ് ബെൽ അടിക്കുന്നുണ്ട്. പോയി നോക്കുന്ന നേരത്ത് ദർശനായിരിക്കും. ദർശനെ കണ്ട് ആകെ പേടിച്ചാണ് വേണു നിൽക്കുന്നത്. അങ്കിളിനെന്നെ മനസ്സിലായല്ലോ അല്ലേ? ഞാൻ കരുതി ഈ വീടൊക്കെ വിറ്റ് നിങ്ങൾ എങ്ങോട്ടെങ്കിലും നാട് വിട്ട് പോയി കാണുമെന്ന്. അല്ല, അങ്ങളുടെ മോളെവിടെ? കുറേ നാളായി ഞാൻ എൻ്റെ അനാമികയൊന്ന് കണ്ടിട്ട്. ഞാനൊന്ന് കാണട്ടെ. അങ്ങനെ ദർശൻ ഉള്ളിലോട്ട് കയറുകയാണ്. ആരാ വന്നേ എന്ന് അനാമിക ചോദിക്കുന്നുണ്ട്. ഞാനാ വന്നേ എന്നും പറഞ്ഞ് നേരെ അനാമികയുടെ ഫ്രണ്ടിൽ പോയി ദർശൻ നിൽക്കാണ്. അനാമികയാണെങ്കിൽ പേടിച്ച് വിറയ്ക്കുന്നുണ്ട്. എന്താ, ഞാൻ വരുമെന്ന് നീ പ്രതീക്ഷിച്ചില്ലേ? നിന്നെ തപ്പി നടക്കുമായിരുന്നു കുറച്ച് ദിവസമായിട്ട്. ഞാൻ നിന്നെ അന്വേഷിച്ച് ഞാൻ ഇങ്ങോട്ട് വന്നിരുന്നു. ഇവിടെയാണെങ്കിൽ 3-4 ദിവസമായിട്ട് ആരും ഉണ്ടായിരുന്നില്ല. വാതിലൊക്കെ പൂട്ടി നിങ്ങൾ എങ്ങോട്ടാ പോയെന്ന് അന്വേഷിച്ചു ഞാൻ. അപ്പോഴാ ഇവിടുത്തെ അയൽവാസി പറഞ്ഞത് മോളുടെ കല്യാണം കഴിഞ്ഞു, മോളും മോളുടെ അച്ഛനും അമ്മയും ഒക്കെ ഭർത്താവിന്റെ വീട്ടിലാണെന്ന്. കോടീശ്വരനായിട്ടുള്ള ഒരാളാണ് മോളെ കല്യാണം കഴിച്ചെന്നാ പറഞ്ഞത്. ഇനി എന്നാ ഇവന്റെ കയ്യിൽ നിന്ന് കിട്ടാവുന്നതൊക്കെ വാങ്ങിയിട്ട് നീ അവിടുന്ന് പോരുന്നേ? നിന്റെ ശീലം അങ്ങനെയാണല്ലോ. അങ്ങനെയല്ലേ നീ എന്നെയും തേച്ചത്. എന്നാലും നീ എന്നെ ഇങ്ങനെ ചതിക്കുമെന്ന് ഞാൻ ഒരിക്കലും കരുതിയില്ല. ഒഴിവായി പോകുന്നില്ല എന്ന് കണ്ടപ്പോ എന്നെ ഒഴിവാക്കാൻ നീ കണ്ടെത്തിയ ഐഡിയ അതെന്തായാലും നന്നായി. നിന്റെ അച്ഛന്റെ ബുദ്ധിയായിരിക്കും അല്ലേ? ഞാൻ നാട്ടിലും വീട്ടിലും ഒക്കെ നാണം കെട്ട് നാട് വിട്ടു പോയതാ. എന്നാ
ഈ ഇടയ്ക്കാ ഞാൻ അറിഞ്ഞത് ഇതിൻ്റെയൊക്കെ പുറകില് നീയായിരുന്നു എന്ന്. നിന്നെ പലതവണ ഞാൻ ഫോൺ ചെയ്യാൻ നോക്കിയതാ, വിളിച്ചിട്ട് കിട്ടിയില്ല. നീ ആ സിമ്മൊക്കെ കളഞ്ഞു കാണുമല്ലോ. എന്തായാലും നേരിട്ട് നിന്നെ ഒന്ന് കാണാന്ന് കരുതി. ഇപ്പോൾ ആണെങ്കിൽ നീ കോടീശ്വരിയല്ലേ, എനിക്കിപ്പോൾ കുറച്ച് പൈസയുടെ ആവശ്യമുണ്ട്. നീയും എന്നെ സഹായിക്കണം. പ്രേമിച്ച് നടക്കുന്ന സമയത്ത് ഒരുപാട് പൈസ നീ എൻ്റെ അടുത്തുനിന്ന് തട്ടിയെടുത്തതാ. ഇനിയിപ്പോ നീ എന്നെ സഹായിക്ക്. കുറച്ച് പൈസ നീ എനിക്ക് താ. ദർശ, ഞാൻ അങ്ങനെയൊന്നും ചെയ്തിട്ടില്ല. നീ ഇനി കള്ളം പറഞ്ഞ് ബുദ്ധിമുട്ടണ്ട. എല്ലാം എനിക്കറിയാം. ഞാനിപ്പോൾ ചോദിക്കുന്ന പൈസ എനിക്ക് തന്നാ നിനക്ക് നല്ലത്. അല്ലെങ്കിൽ ഇത് കണ്ടോ, നിന്റെ പഴയ കുറേ ഫോട്ടോസ് എൻ്റെ കയ്യിലുണ്ട്. എന്തൊക്കെ ഫോട്ടോ ആണെന്ന് ഞാൻ നിന്നോട് പറയേണ്ട ആവശ്യമില്ലല്ലോ. അതുകൊണ്ട് എൻ്റെ മോള് മര്യാദയ്ക്ക് എനിക്ക് കുറച്ച് പൈസ തന്നോ. എന്താ നീ പറയുന്നേ? എൻ്റെ കയ്യിൽ അത്ര പൈസയൊന്നുമില്ല. നിന്റെ ഭർത്താവ് വലിയ കോടീശ്വരനല്ലേ, അവനോട് ചോദിച്ചിട്ട് കുറച്ച് പൈസ ഇങ്ങത്താ. ദർശ, ഞാൻ നിന്റെ കാല് പിടിക്കാം. നീ ഈ ഫോട്ടോ ഒക്കെ ഒന്ന് ഡിലീറ്റ് ചെയ്യ്. അതൊക്കെ ഞാൻ ഡിലീറ്റ് ചെയ്യാം. ഞാൻ പറഞ്ഞ പൈസ നീ എനിക്ക് തരണം. നിനക്ക് എത്ര രൂപയാണ് വേണ്ടത്? എനിക്കൊരു 50 ലക്ഷം രൂപ. 50 ലക്ഷം രൂപ എനിക്ക് കിട്ടിയ പിന്നെ നിന്നെ ശല്യം ചെയ്യാനായിട്ട് ഞാൻ നിന്റെ 7 അയലത്ത് പോലും വരില്ല. ഈ ഫോട്ടോസ് ഞാൻ ഡിലീറ്റ് ചെയ്യാം. വേണമെങ്കിൽ ഈ ഫോൺ വരെ നിനക്കങ്ങ് തരാം. 50 ലക്ഷോ? നീ എന്താ പറയുന്നേ? 50 ലക്ഷം രൂപയൊന്നും എനിക്ക് തരാൻ പറ്റില്ല. നീ വിചാരിക്കുന്ന സാഹചര്യത്തിലൊന്നും അല്ല ഞാൻ. അപ്പോൾ ഈ ഫോട്ടോ നേരെ നിന്റെ ഭർത്താവിൻ്റെ വീട്ടിലോട്ട് അങ്ങ് അയക്കാം. അതല്ലേ നല്ലത്? അയ്യോ, ദയവ് ചെയ്ത് നീ അങ്ങനെയൊന്നും ചെയ്യല്ലേ. എൻ്റെ ജീവിതം നീ തകർക്കല്ലേ. അപ്പോൾ നീയും നിന്റെ അച്ഛനും അമ്മയും ഒന്ന് ഇരുത്തി ആലോചിക്ക്. എന്നെ കൊടുക്കാനായിട്ട് വഴി കണ്ടുപിടിച്ച പോലെ ഇതൊന്ന് ഇരുത്തി ആലോചിച്ചാൽ 50 ലക്ഷം രൂപ നിസാരായിട്ട് നിനക്ക് കിട്ടും. ഒരു 10 ദിവസം ഞാൻ നിനക്ക് സമയം തരാം. അതും കഴിഞ്ഞ് എനിക്ക് ആ പൈസ കിട്ടിയില്ലെങ്കിൽ ഈ ദർശൻ ആരാണെന്ന് നീ അറിയും മോളെ. എന്തായാലും ഈ ഫോട്ടോസൊക്കെ എൻ്റെ കയ്യിൽ ഭദ്രമായിട്ടിരിക്കും. ഇതും പറഞ്ഞ് ദർശൻ അങ്ങ് പോകുന്നുണ്ട്. എന്നാ അനാമിക ഇതൊക്കെ കേട്ട് ആകെ തകർന്നു നിൽക്കുകയായിരിക്കും. അച്ഛാ, ഇനി എന്താ ചെയ്യാ? 50 ലക്ഷം രൂപ അത് കൊടുത്തില്ലെങ്കിൽ എൻ്റെ ജീവിതം അവൻ തകർക്കും, അത് ഉറപ്പാ. അനിയാണെങ്കിൽ എന്നെ ഒഴിവാക്കാനായിട്ട് എന്തെങ്കിലും കാരണം കിട്ടിയാൽ മതി, എന്നെ ഒഴിവാക്കിയാൽ മതി എന്ന് കരുതിയിട്ടാ ഇരിക്കുന്നേ. ഇതൊക്കെ അനന്തപുരയിലുള്ളവർ അറിഞ്ഞിട്ടുണ്ടെങ്കിൽ എൻ്റെ അവസ്ഥ എന്തായിരിക്കും അച്ഛാ? മോളെ, ഇത്രയും വലിയ തുക നമ്മൾ എങ്ങനെ കൊടുക്കാനാ? എന്ത് ചെയ്തിട്ടാണെങ്കിലും എനിക്ക് 50 ലക്ഷം രൂപ ഉണ്ടാക്കിയേ പറ്റൂ. അതിനി ഏത് മാർഗമാണെങ്കിലും ഞാൻ അങ്ങനെ ഉണ്ടാക്കും. അവനത് കൊടുത്ത് ഒഴിവാക്കാന്നല്ലാതെ ഒരു മാർഗവുമില്ല അച്ഛാ. മോളെ, അച്ഛൻ എന്തു പറയാനാ? അച്ഛൻ്റെ മുൻപിൽ ഒരു മാർഗവുമില്ല. എന്തായാലും ഞാൻ അനന്തപുരിലോട്ട് പോവാ. അവിടെ ചെന്ന് ഞാൻ എന്തെങ്കിലും മാർഗം ഉണ്ടെന്ന് നോക്കട്ടെ എന്നും പറഞ്ഞ് അനാമിക അനന്തപുരിയിലോട്ട് പോവാണ്. അവിടെ ചെന്ന് കഴിഞ്ഞാൽ എന്തെങ്കിലും മോഷ്ടിച്ചോ ആരുടെ കയ്യിൽ നിന്നെങ്കിലും എടുത്തോ ആ പൈസ അനാമിക ഉണ്ടാക്കും. എന്നിട്ട് ദർശന് കൊണ്ടു കൊടുക്കുകയും ചെയ്യും. അല്ലേ, അനാമികയ്ക്ക് ദർശനൊരു വെല്ലുവിളി തന്നെയായിരിക്കും.